നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വന്ദേ ഭാരത് ട്രെയിനിൽ ഒരു യാത്ര. ഒരു നല്ല യാത്രാനുഭവമാണ് വന്ദേ ഭാരത് ട്രെയിനിലെ യാത്ര. ഇതുവരെയുള്ള ട്രെയിനുകളിലുള്ള സങ്കല്പങ്ങൾ നിങ്ങൾ പെട്ടെന്നുള്ളൊരു മാറ്റമാണ് ഈ ട്രെയിനിൽ കയറിയപ്പോൾ എനിക്ക് തോന്നിയത്. വളരെയധികം കാലങ്ങൾ ട്രെയിനുകളിൽ സഞ്ചരിച്ചിട്ടുള്ള ആ ട്രെയിനിൻ്റെ രീതി, ട്രെയിനുകളുടെ അകത്തെ സജ്ജീകരണങ്ങളെല്ലാത്തിനും വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. ഇത് സാധാരണ വിമാനയാത്രകളൊക്കെ നടത്തിയിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ ഒരു ഇക്കണോമിക് ആ സീറ്റിൻ്റെ അറേഞ്ച്മെൻറ്റുകൾ അതെല്ലാം സീറ്റിൻ്റെ ബാക്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് ട്രേ ഉൾപ്പെടെ അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ, നല്ലൊരു അറേഞ്ച്മെൻറ്റ്സാണ് അവർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇത് ഇത്ര കാലം ഇതേപോലെ നിൽക്കും എന്ന് എനിക്ക് പറയാൻ കഴിയും. പുതിയ പുതിയ ട്രെയിനുകൾ വരുന്നത് കാണുമ്പോൾ എത്രയോ മനോഹരമായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ രീതികൾ എങ്ങനെയായിരിക്കും എന്നറിയില്ല. ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട്, ട്രെയിൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട്, ഏത് വഴിയാണ് പോകുന്നത്, അതെല്ലാം പെർഫെക്റ്റായുള്ള ടൈമിംഗ് ആണ്. വന്ദേ ഭാരത് അവർ പറയുന്നതിന് പെർഫെക്റ്റ് ടൈമിംഗ് ആണ്. ഡെസ്റ്റിനേഷനിൽ 15 മിനിറ്റിൽ കൂടുതൽ യാത്ര വൈകുകയാണെങ്കിൽ ടിക്കറ്റ് ഫെയർ പൂർണ്ണമായിട്ടും അവർ തിരിച്ചു നൽകുമെന്നാണ് വന്ദേ ഭാരതിൻ്റെ ഒരു മുദ്രാവാക്യം. അതിനാർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ യാത്ര ചെയ്ത ട്രെയിനും ഒരു 20 മിനിറ്റൊക്കെ ലേറ്റായിട്ട് റണ്ണിങ്ങിൽ എനിക്ക് അനുഭവപ്പെട്ടെങ്കിലും പക്ഷേ ഡെസ്റ്റിനേഷനിൽ എത്തിയപ്പോൾ വെറും 10 മിനിറ്റിൻ്റെ ലേറ്റ് ഉണ്ടായിരുന്നുള്ളൂ. വളരെ മനോഹരവും വൃത്തിയുള്ളതുമായ ടോയ്ലറ്റുകളാണ് ഈ വന്ദേ ഭാരതിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ട്രെയിനിൽ കിട്ടുന്ന ഭക്ഷണങ്ങളും വെച്ച് കഴിക്കുന്നതിന് ഈ പ്ലെയിനിലൊക്കെ ഉള്ളതുപോലെ തന്നെ സീറ്റിൻ്റെ ബാക്കിൽ നമുക്കതിനുള്ള ട്രേ ഉണ്ട്, അവിടെ വെച്ചിരുന്ന് കഴിക്കാൻ കഴിയും. 2-3 തരം വിഭവങ്ങൾ ചേർന്നൊരു സ്നാക്സ്, ഒരു കോഫി ഉണ്ടാവും. ഒരു സ്നാക്സിന് 60 രൂപയാണ്, കോഫിക്ക് മാത്രം 30 രൂപയാണ്. കോഫിക്കൊപ്പം തന്നെ ഒരു ബിസ്ക്കറ്റ്, 2 ബിസ്ക്കറ്റ് കൂടി ഉണ്ടായിരിക്കും. അങ്ങനെ യാത്ര വളരെ നല്ല രസകരമായിരുന്നു. നമുക്കൊരു നല്ലൊരു അനുഭവമായിരുന്നു വന്ദേ ഭാരതിലെ യാത്ര. എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.